ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് സ്വർഗ്ഗത്തിലേക്കാണ് കേട്ടോ നോമ്പ് തുറക്കാൻ പോകുന്നത്. ഇത്താത്താടേക്ക് നോമ്പ് തുറ ആട്ടോ ഇവിടെ വെച്ച് കുമ്പളത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് ആട്ടോ സ്വർഗ്ഗം എന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറയ്ക്ക് വന്നേക്കുന്നതും അല്ലാതെ വന്നിട്ടുള്ളതും. ഇവിടെ നല്ല വൈബാട്ടോ. കായലിൻ്റെ സൈഡിലായിട്ടാട്ടോ ഇത് ഉണ്ടാക്കിയേക്കുന്നത് ഈ റെസ്റ്റോറൻറ്റ്. അതുകൊണ്ട് നല്ല കാറ്റും നല്ല രസമായിരുന്നു. പിന്നെ ഇത് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് ആദ്യം അച്ചൊക്കെ കയറി ആടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇഫ്താറിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ. ഓരോ ടേബിളും ഓരോരുത്തർ ബുക്ക് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുക്കാറായപ്പോഴത്തേലും ഞങ്ങളുടെ ടേബിളിൽ വന്നിരുന്നു. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേലും ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ. നോമ്പ് തുറക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തൊന്നുമില്ല. നോമ്പ് തുറക്കാനായിട്ട് അതിനകത്ത് സമൂസ, പഴംപൊരി, ഉന്നക്കായ, കട്ട്ലേറ്റ്, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, പിന്നെ ജ്യൂസസ്, വാട്ടർമെലൺ ജ്യൂസ്, നാരങ്ങ വെള്ളം, പൈനാപ്പിൾ ജ്യൂസ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ നോമ്പ് തുറന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും മാറിയിട്ട് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മാറി കൊടുക്കണം. അപ്പോൾ ആ കായലിൻ്റെ സൈഡിലായിട്ട് ചെറിയ ബെഞ്ച് ഇട്ടുണ്ട്, അവിടെ വന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്ത് നമുക്ക് ഇരിക്കാം. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പോൾ പത്തിരി, ചപ്പാത്തി, നെയ്ച്ചോറ്, പാൽക്കപ്പ, ബീഫ് കറി, ചിക്കൻ പൊരിച്ചത്, മീൻകറി, അങ്ങനെ പിന്നെ സലാഡ്സ്, പിന്നെ വെജ് കുറുമ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ പിള്ളേർക്ക് എടുത്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിരുന്ന് കഴിക്കാൻ. ഫുഡൊന്നും കുഴപ്പമുണ്ടായില്ല, അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ പ്ലേറ്റ് ആട്ടി കാണും നല്ല കളർഫുള്ളായിട്ട്. പിന്നെ ഞങ്ങൾ ആ കായലിലെ കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളുടെ ഒപ്പം അച്ചു വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് പാൽക്കപ്പയും മീൻകറിയും ടേസ്റ്റ് ചെയ്യാൻ എടുത്തു കേട്ടോ. ഒരു രക്ഷയുണ്ടായില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം കഴിച്ചതിനേക്കാളും ഇഷ്ടം പാൽക്കപ്പയും മീൻകറി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇത് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം അവിടെ കാറ്റയും കൊണ്ട് നിന്ന് നല്ല രസമുണ്ട് കേട്ടോ അവിടെ വെറുതെ നിൽക്കാനാണെങ്കിലും. പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നല്ല പെരുമഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്